ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇത്രയും വലിയ ബാധ്യത അവനാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. അതൊക്കെ ഓർത്ത് സഹിക്കാൻ വയ്യാതെ വിഷം കഴിച്ച് ഒടുങ്ങിയിട്ടുണ്ടാവും. അവനില്ലാത്ത വീട്ടിൽ നീ ഇതിനിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നീ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പൊ ഇറങ്ങണം. സത്യമേ, ഞാനതിന് മിണ്ടി പോകരുത്. ദേ, അവന് നീ ഒന്നും ഇനി എന്റെ കൺമുമ്പിൽ പോലും വന്നേക്കരുത്. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങ്. അവനില്ലാത്തടത്ത് നീ നിൽക്കേണ്ട കാര്യമില്ല. ഓ സത്യമേ, എന്തൊക്കെയാ നീ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? അവനില്ലാതെ ഇവിടെ എങ്ങോട്ട് പോനാ? എങ്ങോട്ടെങ്കിലും പോട്ടെ. എവിടെ പോയാലും എനിക്കൊന്നുമില്ല. സത്യമേ, ഞാൻ ഇനിയിപ്പോ എവിടെയെങ്കിലും പോയി ചത്താലും അത് ഇവളുടെ വിധിയാണെന്ന് ഞാൻ പറയൂ. സത്യമേ, ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നീ ഒന്നും പഠിക്കുന്നില്ലല്ലോ ഭാമേ. ഒരു തരിമ്പ് പോലും നിന്റെ അഹന്തയും അഹങ്കാരവും കുറയുന്നില്ലല്ലോ. എത്രയോ വട്ടം ഞാൻ പറഞ്ഞതാ നമുക്ക് ഈ ബിസിനസ് വേണ്ട വേണ്ടെന്ന്. നീ സമ്മതിച്ചോ? നീ തന്നെയല്ലേ ഈ അവസ്ഥ ഈ കുടുംബത്തിനുണ്ടാക്കി വെച്ചത്? ഭാമേ, കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുണ്ട്. നീ അന്നു മുതൽ ജീവിതത്തിന്റെ തുടക്കത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഉണ്ടാക്കി വെച്ചത് അതൊക്കെ എണ്ണം പറഞ്ഞ് തേടി വന്നുകൊണ്ടിരിക്കുക. എത്ര പേരെ നീ ഇതിനോടകം വെറുപ്പിച്ചു, എത്ര പേരെ നീ അകറ്റി. ഇത് മുഴുവൻ അനുഭവിക്കണം. കണ്ണീരിന് കണ്ണീരിന് പകരം ചോര വന്നാൽ നീ പഠിക്കൂ. ഞാനങ്ങ് പഠിച്ചോളാം. ഒറ്റയ്ക്ക് ഞാനങ്ങ് അനുഭവിക്കുകയും ചെയ്തോളാം. ഒറ്റയ്ക്കുണ്ടാക്കി വെച്ച കുഴപ്പങ്ങളൊക്കെ ഒറ്റയ്ക്കങ്ങ് തീർക്കാനും എനിക്കറിയാം. എന്നാലും ഇവളിനി ഇവിടെ വേണ്ട. സത്യമേ, കടക്കടി എന്റെ വീട്ടിൽ നിന്ന്. കടക്കടി, കടക്കാൻ. സത്യമേ, എന്റെ വീട്ടിൽ നീ ഇനി വേണ്ട. ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോകാൻ. സത്യമേ, നിന്നോടല്ലടി പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ. സത്യമേ, അമ്മ എന്താ ഇത്? അമ്മ എന്ത് ഭ്രാന്തൊക്കെ അമ്മ ഈ കാണിക്കുന്നേ? എടാ, ഇവൾക്ക് ഇവളുടെ ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അത് എന്റെ ബാധ്യതയാണെന്ന്. ഇവളെന്നെ ഭീഷണിപ്പെടുത്തുക. ഇവളിവിടെ നിന്നാലല്ലേ ഇവളുടെ ഭർത്താവിനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരൂ. സത്യമേ, ക്ഷമിക്കണം വിഷ്ണുവേട്ട. ഞാൻ എന്റെ സങ്കടം കൊണ്ട്. അവളുടെ ഒരു സങ്കടം ഈ പൂങ്കണിയിലൊന്നും എന്റെ അടുത്ത് ചെലവാകില്ല. ഇറങ്ങി പോടി. അമ്മേ, രോഹിത്തിനെ കൊണ്ടുവരണം. അതല്ലേ നിന്റെ ആവശ്യം? നമുക്കിപ്പോ തന്നെ പോവാം. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാം. എവിടെയുണ്ടെന്ന് എനിക്കറിയാം വിഷ്ണുവേട്ട. എവിടെ?